സൈലൻസിലൊന്നും പറഞ്ഞിട്ടോ, തിയേറ്റർ മൊത്തം ഇങ്ങോട്ട് പോകും. ഇന്ന് ഞാനും ശാലുവും ഫ്രണ്ട്സും കൂടെ ഒരു മൂവി നൈറ്റിന് പോവാം. വിജയുടെ ജനനായകൻ എന്ന് പറഞ്ഞ മൂവി ഫോറം മോളിലാട്ടോ വരുന്നത് കാണാനായിട്ട്. ശരിക്കും മൂവി 7:20 ഞങ്ങൾ എത്തിയപ്പോൾ 7:30 ആയി. பிள்ளைய பார்த்துட்டு எங்க அம்மா நிம்மதியாக ஆசையை நிறைவேற்றணும் உங்களுக்கு. സംസാരിച്ചേ സമയം കിട്ടിയ അടുത്ത വീട്ടിൽ എല്ലാരും ഇതാണ് കൃപാലേട്ടൻ. കൃപാലേട്ടനാണ് കുറച്ച് വിഷയമാണ്. എവിടെ ഒരു തലപതി കച്ചേരി ആയിട്ട് ഓടിക്കാൻ പോകുന്നു. പച്ചവെള്ളം മേടിച്ചിട്ട് പോയ കള്ളറമ്പിളി അവരെ കാണിച്ചാന്ന് പറഞ്ഞു വെള്ളം കുടിപ്പിക്കാൻ. ഒച്ച കിട്ടില്ല. മറ്റേ ഇതൊന്ന് പറഞ്ഞേ. സൈലൻസിലൊന്നും പറഞ്ഞിട്ടോ, തിയേറ്റർ മൊത്തം ഇങ്ങോട്ട് പോകും. ഭയങ്കരമായ ആളാവും. മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ മോളിൽ നിന്ന് ഫുഡ് കഴിക്കണ്ട, പുറത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ. അപ്പം ഞങ്ങളുടെ മൂവി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. 6 പേര് 3 കാറിലാണ് വന്നത്. പേരെന്താ? സി ക്ലാസ്. യെസ്, ബെൻ സി ക്ലാസ്സിലാണ് ഇന്നത്തെ യാത്ര. ഗായ്സ്, തങ്കമകനെ പുറത്തിന്റെ ഉള്ളില് ഇച്ചിരി ശബ്ദം കുറച്ച്. ഇനി നമ്മൾ കറങ്ങാൻ പോവുകയാണ്. പാർക്കിംഗ് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ. ഓക്കെ, വാച്ച് യെസ്. ഇനി കറങ്ങി 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 എപ്പോ താഴെ എത്തും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും എത്തും. ഓക്കെ, ട്രസ്റ്റ്. യെസ്, ട്രസ്റ്റ് വേണം നമുക്ക്. ലെറ്റ്സ് സീ. ഇപ്പൊ ഇച്ചിരി വെട്ടം ഉണ്ടാവും. ലെറ്റ്സ് ഗോ. ചെറുതായിട്ട് എത്തിയില്ല. നമ്മൾ ഞാനിങ്ങനെ പിടിച്ചിരിക്കുവായിരുന്നു. അത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ബിക്കോസ് ഓൾറെഡി 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ അവിടെ എത്തി. അറിയാലോ, 7:20 ഷോയ്ക്ക് കയറണം. ഞങ്ങൾ 7:30 കഴിഞ്ഞപ്പോഴും കയറിയിട്ടില്ല. പിന്നെ കൊമേഴ്ഷ്യൽസും ട്രെയിലേഴ്സും ഉള്ള കാരണം രക്ഷപ്പെട്ടു.
അയ്യോ ഇത് അഴത്തിട്ടില്ല, എനിക്ക് കൈ വേദന എടുക്കണു. നീ കൈ പിടിച്ച് ഓടിച്ചേ, വണ്ടി ഒന്നും ഇവിടെ എടുത്തിട്ട് പോയല്ലോ. ഗായ്സ് നമ്മളിപ്പോഴും താഴെ എത്തിയിട്ടില്ല ഗായ്സ്. അയ്യോ ഇതെപ്പ താഴെ എത്താനാ? കൈ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, കൈ വേദന പിടിച്ചിട്ട്. ഫൈനലി നമ്മൾ എത്തിയിട്ടില്ല, വീണ്ടും എത്തിയിട്ടില്ല. ഒരു ഫ്ലോറും കൂടെ ഉണ്ട്. യെസ് എക്സിറ്റ് കണ്ടിരിക്കുകയാണ് നമ്മൾ. നേരത്തെ എവിടെ പാലുവിന്റെ വണ്ടി? പാലുവിന്റെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ കുഞ്ഞിപ്പാലു. ഇനി നമ്മുടെ വിൻസറും കൂടെ കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. അതിനകത്താണ് നമ്മുടെ വിന്നി ആൻഡ് തക്കര. ഇത് തക്കരയുടെ കാറാണ്. തക്കരയുടെ കാറ് ഞാനും ശാലുവാണ് എടുത്തത്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ സമയം എത്രയായി? 11 കഴിഞ്ഞ് 2 മിനിറ്റ്. യെസ്, അപ്പോൾ ഫോറം മാളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ് ഗൈസ്. ഇനി എന്ത് കഴിക്കണമെന്ന് തീരുമാനമായിട്ടില്ല. ഉടനെ ഞങ്ങൾ തീരുമാനിച്ച് ഫുഡ് കഴിക്കുന്നതായിരിക്കും. പത്തലി പോണോ കൊളംബോ പോണോന്ന് ആലോചിച്ചു. യെസ്, കൊളംബോയിൽ എന്താ സ്പെഷ്യൽ? കൊളംബോയില് നെയ്പത്തല് കിട്ടും. ഓക്കെ. പിന്നെ രാത്രി 12 മണിക്ക് ദം പൊട്ടിക്കും. ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി. 11 ആയില്ലേ, എത്തുമ്പോഴേക്കൊരു 11:30 ആവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നല്ല ഫ്രഷ് മെയ്ഡ് ബിരിയാണി കഴിക്കാം. നമ്മുടെ വിൻസറിനെ ഇതുവരെ സ്പോട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എല്ലാവരും റോയൽ ഡ്രൈവിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാമെന്നാണ് പറഞ്ഞിരിക്കണം. എല്ലാവരും റോയൽ ഡ്രൈവിൻ്റെ ഫ്രണ്ടിൽ മീറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും 3 വണ്ടി തന്നെയായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ബിക്കോസ് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പിന്നെ വന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഞങ്ങളായതുകൊണ്ട് എപ്പോൾ എവിടെ എങ്ങോട്ട് പോകുന്നതും പറയാൻ പറ്റില്ല. റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. ആർക്കും ഉറക്കമൊന്നുമില്ല. അതെ, നമ്മൾ അത്യാവശ്യമായിട്ടൊരു സിനിമയ്ക്ക് വന്നതല്ലേ, അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഓഫ് ടു. ഇല്ല, വിശക്കുന്നില്ല. ബിക്കോസ് നമ്മൾ പോപ്കോൺ കഴിച്ചു, നഗറ്റ്സ് കഴിച്ചു, ഫ്രൈസ് കഴിച്ചു. ഒന്നും കുടിച്ചില്ല, തൊണ്ടവേദന ആയതുകൊണ്ട്. ശാലപ്പിന് വിശക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കഴിക്കാം. കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗായ്സ്, കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്നു വരാം അല്ലേ? 3 വണ്ടിക്ക് പോകാന്നുള്ള പ്ലാൻ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ 2 വണ്ടിക്ക് പോകാന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ ഞങ്ങൾ വൈറ്റിൽ വെച്ച് മാറിക്കേറി. കേപ്പാൽ ഇന്നത്തെ മൂവിയുടെ റിവ്യൂ പറഞ്ഞേ. കൃപാൽ പറയൂ. ഭയങ്കരമായ പടം. പറയൂ കൃപാൽ, എങ്ങനെയുണ്ടായിരുന്നു മൂവി? ഭയങ്കരമായ പടം. സൂപ്പർ ഇഷ്ടായി. വിജയുടെ ലാസ്റ്റ് മൂവി ഇഷ്ടായി. അപ്പൊ ഇതാണ് ഗോകുല, നമ്മുടെ കൃപാലത്തെ വൈഫ്. ഹായ് ഗായ്സ്. ഹായ് പറ. ശാലു എങ്ങനെയുണ്ടായിരുന്നു മൂവി? കുഴപ്പമില്ല. വിജയുടെ ആ സിനിമയിലെ കുറച്ച് ലോജിക്കില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ നല്ല പടം. നീ എന്റെ വ്ളോഗ് നശിപ്പിക്കും. വിജയ് സൂപ്പറാണ്. പക്ഷെ പുള്ളിയുടെ പടത്തിലെ ഒരു പടം കാണുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകും. നമ്മൾ ഇടയ്ക്ക് എന്തിനും കാണുന്നുണ്ട്, ട്രാൻസ്ഫോമേഴ്സ് കാണുന്നുണ്ട്. എടാ അതാ മാസ്. വേറൊരു യൂണിവേഴ്സിറ്റി പറഞ്ഞാലും തലബലി വിജയ്. തലബലിയാ? തളപതി. വിജയ്. യെസ്. മുട്ടറാടുന്ന മട്ടും കൊള്ളൂല. ഇല്ല, ബാക്കി അടക്ക് പാടിയാ മതി. She's my wife, gotta get a money, 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 honey, honey, honey. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ള കൊളംബോ ഹോട്ടലിൽ വന്നു. ചിക്കൻ ഫ്രൈയും ബിരിയാണിയും കഴിക്കാനായിട്ട്. രാത്രി 12 മണിയാണെന്ന് ഓർക്കണം.
ഫോട്ടോ അല്ല ഇത്ര സെറ്റപ്പ് ആവണ്ട എന്റെ എല്ലാ വീഡിയോയിലും അക്ഷയ് ഇങ്ങനെ ഭയങ്കര ഡീസന്റ് ആയിട്ട്. അലമ്പായേ തനി സ്വഭാവം പുറത്തു വന്നേ പൊളിറ്റിക്കൽ പ്രശ്നംസ് ഉണ്ട് അല്ലേ? സെലിബ്രിറ്റി. ഞാൻ മകൾക്ക് ലിങ്കേജ് കൊടുക്കാം. പുഴയാനുണ്ട്. നല്ല ചൂട് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അത് രാത്രി കഴിക്കാൻ നല്ല രസമാണ്. ബൈ ബൈ. See you. Dark fans.